Hi guys, welcome back to J3 Media Malayalam Tech. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വ്യൂ ചെയ്യുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ അതിനുശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ലേറ്റസ്റ്റ് വീഡിയോസിന്റെ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. പറഞ്ഞുതരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിമെയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ജിമെയിൽ ഒരു പുതിയൊരു ന്യൂ ടാസ്ക് അല്ലെങ്കിൽ ന്യൂ ഡിസൈൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ജിമെയിൽ അക്കൗണ്ട് തുറന്നതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ട്രൈ ദ ന്യൂ ജിമെയിൽ എന്നുള്ളതുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പുതിയ ജിമെയിൽ വേർഷൻ എന്ന് പറയാലോ, ആ വേർഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഞാനതെങ്ങനെയാ അതിൻ്റെ ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് പുതിയ ജിമെയിൽ ഡിസൈൻ ഓപ്പൺ ആയി വന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡിഫോൾട്ടിൽ കൊടുക്കുകയാണ്. കോമ്പാക്റ്റ് അങ്ങനെ വ്യത്യസ്തമായ ടൈപ്പുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എങ്ങനെ നമ്മുടെ കമ്പോസ് എന്നുള്ള ഒരു രീതി മാറി വേറൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. വേറൊരു ഐക്കൺ മാറി കാണിച്ചിരിക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് വേറെ വ്യത്യാസം തന്നെ നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു കലണ്ടർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, കീപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ടാസ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഗെറ്റ് ആഡ് ഓൺസ് എന്നൊരു കാണാൻ പറ്റും. 4 ഓപ്ഷൻസ് ആണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയുന്നത് പണ്ട് നമ്മൾ അറ്റാച്ച്മെന്റ് എല്ലാം ഓപ്പൺ ചെയ്താൽ മാത്രമാണ് അറ്റാച്ച്മെന്റ് കണ്ടിരുന്നുള്ളൂ. ഇപ്പൊ ഒരു പുതിയ സിസ്റ്റം അനുസരിച്ചിട്ട് ഇപ്പൊ അറ്റാച്ച്മെന്റ് ഒന്നും പുറത്ത് കാണുന്നില്ല. ഞാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് അറ്റാച്ച്മെന്റ് എല്ലാം പുറത്ത് തന്നെ കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പുതിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഫുള്ളായിട്ടുള്ളത് അൺറീഡ് ആയിട്ടുള്ള ഫുള്ളായിട്ടുള്ളത് എടുക്കുകയാണ്. അപ്പോൾ അത് പിന്നെ നോക്കാം. അപ്പോൾ ഞാൻ അറ്റാച്ച്മെന്റ് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലൂടെ ന്യൂ ജിമെയിൽ അക്കൗണ്ടിലൂടെ നമുക്ക് വരുന്നുണ്ട്. ന്യൂ ഡിസൈനിൽ കലണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഗോട്ട് ഇറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടൈമിങ് ഇപ്പോഴത്തെ ടൈമിങ്ങും സാറ്റർഡേ May 5 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടൈമിങ് അറൗണ്ട് 11:36 ആണ്. അപ്പോൾ ഇത് 11:36 ഏരിയയിൽ കാണിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടാസ്കുകൾ നമ്മൾ മൊബൈലിൽ ആഡ് ചെയ്യുന്ന മാതിരി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രാം തീയതി ഇത്ര മണിക്ക് നമുക്ക് ഈ പ്രോഗ്രാം ഉണ്ടെന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നേ കൂട്ടി ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഇറങ്ങിയിട്ട് വളരെ ടാസ്കുകൾ നമുക്ക് ആഡ് ടാസ്ക്. ഇപ്പോൾ നാളെ നമുക്ക് ആക്ടിവിറ്റി ഉണ്ട്. വി ആർ ഗോയിങ് ടു ഹോം. അത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റി നമുക്ക് ടാസ്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരെണ്ണം വരുന്നത് കീപ്പ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള പറയുന്നത് ക്യാപ്ചർ ദാറ്റ് ഓൺ യുവർ മൈൻഡ് ആൻഡ് നോട്ട്സ്. അത് തന്നെ സെയിം ആയിട്ടുള്ളത് നമ്മുടെ പോകേണ്ട കാര്യങ്ങൾ സിങ്ക്രണൈസ് ചെയ്യുന്നത് നമുക്ക് റിമൈൻഡർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് നോട്ട്സിൻ്റെ. പിന്നെ വരുന്നത് ടാസ്ക് ആണ്. ടാസ്ക് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് ജിമെയിലിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയ ഷീറ്റുകൾ പുതിയ വേർഷൻസ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്പ്രെഡ്ഷീറ്റൊക്കെ മാറി പുതിയ സാധനങ്ങൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ മീൻസ് ആപ്പിൻ്റെ ഉള്ള ജിമെയിലിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ ആക്ടിവിറ്റികളും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാനൊരു ഇതെടുക്കാം. ഇപ്പോൾ ജോസഫ് എന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു വ്യത്യാസം വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ ഇത് ഡെലിറ്റ് ചെയ്ത് സാധിക്കും. പുറത്ത് തന്നെ നമുക്ക് ഈ മെസ്സേജ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് തുറക്കേണ്ട കാര്യമില്ല. പുറത്തു നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡെലിറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ബെനിഫിറ്റ്. പിന്നെ നമുക്ക്
ഒരു നമുക്ക് വല്ല അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ പുറത്തുനിന്ന് തന്നെ നോക്കി കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത് ഞാൻ നോക്കിയാണ് ഇപ്പം എൻ്റെ കയ്യിൽ കൂടുതലായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൻ്റെയും ഇതിൻ്റെയൊക്കെയാണ് ഇതുകൾ വന്ന് കിടക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അറ്റാച്ച്മെന്റ് കൂടുതൽ വരുന്നുള്ളവരുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ് നമുക്ക് നോക്കിയിട്ട് ഒന്നും പെട്ടെന്ന് കാണുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഒരു 1 വീക്ക് ആയിട്ടുള്ള ഈ ജിമെയിലിന്റെ പുതിയ ഓപ്ഷൻ റിലീസ് ചെയ്തിട്ട് പല രാജ്യങ്ങളിലും കിട്ടി തുടങ്ങിയിട്ടില്ല. ബട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓപ്ഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പുതിയൊരു ജിമെയിലിന്റെ പുതിയ സിസ്റ്റത്തിലൂടെ യൂസ് ചെയ്യുമ്പോൾ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ജിമെയിലിൽ എല്ലാവരും ഈ പുതിയ ഓപ്ഷൻ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ കാണിക്കുന്ന നമ്മൾ ബാക്ക് ടു ക്ലാസിക് എന്നുള്ളത് കാണുന്നു. ബാക്ക് ടു ക്ലാസിക് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ പണ്ടത്തെ രീതിയിലേക്ക് പോവും. നമുക്ക് പുതിയ രീതിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ട്രൈ ദ ന്യൂ ജിമെയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ജിമെയിലിന്റെ വേർഷൻ നമുക്ക് വരുന്നതായിരിക്കും. അതിലൂടെ നമുക്ക് പുതിയ വളരെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.